ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഉസ്മാൻ KC വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ സുഹൃത്ത് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവനെ കൊണ്ടുവരാൻ വേണ്ടി പോകട്ടോ. അതായത് സൗദി എയർപോർട്ടിലേക്കാണ് പോണത്. അതായത് സൗദി എയർപോർട്ട് നമ്മൾ ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, പിന്നെ ദുബായ് അങ്ങനത്തെ എല്ലാ GCC എല്ലാ ഫ്ലൈറ്റും വന്നിറങ്ങിയാൽ സൗദിയുടെ പുതിയ എയർപോർട്ടാണ്. മറ്റേത് അജ്നബി എയർപോർട്ടാണ്, ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. നമ്മുടെ ഇൻ്റർനാഷണൽ അതായത് ലോങ്, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അങ്ങനത്തെ പോണ അവർക്കുള്ള ഫ്ലൈറ്റ് കൂടുതലും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. ഈ ഫ്ലൈറ്റ് വന്ന് പോകണം, ഇവിടെ ടച്ചിലുള്ള ഫ്ലൈറ്റ് പോകണം, തിരിച്ച് വരുന്ന ഫ്ലൈറ്റൊക്കെ നമ്മൾ സൗദിയുടെ പുതിയ എയർപോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് വരുന്നത് നമ്മൾ കാലിക്കറ്റ് ബഹ്റൈൻ നേരെ ജിദ്ദ. ഞാൻ വന്നത് അതേ ഫ്ലൈറ്റാണ്, ഞാൻ പോയത് വന്നത് അതേ ഫ്ലൈറ്റാണ്, ബഹ്റൈൻ ഫ്ലൈറ്റാണ് പോയത് വന്നതൊക്കെ. അപ്പോൾ ആ ഫ്ലൈറ്റിലാണ് വരുന്നത്. അപ്പോൾ അവനെ കൊണ്ടുവരാൻ വേണ്ടി പോകണേ. അപ്പോൾ നമ്മൾ പോണ കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ സൗദിൻ്റെ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സുഹൃത്ത് വരുന്നുണ്ട് നാട്ടിൽ നിന്ന് കാലിക്കറ്റ് നേരെ ബഹ്റൈൻ. ഞാൻ വന്ന അതേ ഫ്ലൈറ്റാണ്, ബഹ്റൈൻ നേരെ ജിദ്ദ എയർപോർട്ട്. ജിദ്ദ എയർപോർട്ടാണ് സൗദിയുടെ, അതായത് സൗദി എയർപോർട്ടിലാണ് വരുന്നത്. ജിദ്ദയിൽ 2 എയർപോർട്ടുണ്ട്. ഒന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ട്, മറ്റേത് സൗദി ഡൊമസ്റ്റിക്. പിന്നെ സൗദിൻ്റെ ഫ്ലൈറ്റൊക്കെ ഇറങ്ങുന്ന ഫ്ലൈറ്റ്, അതായത് സൗദി പുതിയ എയർപോർട്ടാണ്. അവിടെ നമ്മുടെ സുഹൃത്ത് വന്ന് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ പോകണം ഇപ്പോൾ സൗദി അറേബ്യയിൽ എയർപോർട്ടിൽ നിന്ന് ആളെടുക്കുന്നതും കൊണ്ടുപോയി വിടുന്ന സീനാണ്. പക്ഷെ എന്നിരുന്നാൽ നമ്മളെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്നാൽ അവിടെ പോയി കെട്ടിത്തീരാൻ പറ്റില്ല. ആൾ പുറത്തിറങ്ങിക്കാൻ നമ്മൾ പോയി ഡയറക്റ്റ് പോയി എടുക്കുക, കയറ്റി പോരുക. അതല്ല അവിടെ പോയി നിൽക്കാൻ കാത്തിക്കാനും പറ്റില്ല. അപ്പം ഇനി പോയിട്ട് കാണാം ബാക്കിയുള്ള വീഡിയോസൊക്കെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ചങ്കളെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സുഹൃത്തുക്കളും സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ നമ്മൾ ISF എത്തിയിട്ടുണ്ട്. സഫ കഴിഞ്ഞ് മറ്റേ ബവാദിയാണ്. അസീസിയ കഴിഞ്ഞു, മർവ കഴിഞ്ഞു. ഇത് ബവാദിയാണ്, ബവാദി. ഇപ്പോൾ ഭയം മാറില്ല, ഭയങ്കര സീനാണ്. പിടിച്ചു കഴിഞ്ഞാൽ 5000 റിയാൽ ഫൈനാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മൾ പോയി നോക്കുന്നുണ്ട്. ബാക്കി അതല്ല, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ റൂമിൽ നമ്മുടെ സുഹൃത്ത്, വേണ്ടപ്പെട്ട സുഹൃത്തുമാണ്. ഫോണെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ടാണ് അത്ര ധൈര്യത്തിൽ പോകണത്. മറ്റേത് ഇന്ത്യൻ്റെ 1 ലക്ഷത്തിന് മുകളിൽ ഫൈനാണ് വരുന്നത്. 1 ലക്ഷത്തിന് മുകളിൽ. നമ്മൾ അവിടെ ആൾ റെഡിയാണ്, അവിടെ പോയി കയറ്റി പോരുക. പക്ഷെ അവരെ കണ്ണിൽ എപ്പോഴും നമ്മളൊക്കെ നിയമവിരുദ്ധം കേട്ടോ. അതായത് ഇവിടുത്തെ മുറൂറ്, ഇവിടുത്തെ മറ്റേതൊക്കെ നമ്മളിപ്പോൾ എടുക്കേണ്ട ചെയ്യണൊക്കെ വിരുദ്ധമാണ്. പക്ഷെ എന്നിട്ട് നമുക്ക് പറയാനുള്ള ചോയ്സ് ഉണ്ട്. നമ്മുടെ സുഹൃത്താണ്, നമ്മൾ റൂംമേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളവുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഈ റോഡ് നേരെ പോകുന്നത് എയർപോർട്ട് കേട്ടോ. അപ്പോൾ തിരിഞ്ഞ് പോകുന്നുണ്ട്. ഈ റോഡ് നേരെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സൗദി എയർപോർട്ടിലേക്കുള്ള വഴിയാണിത്. ഇവിടെ പാലം കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ മറ്റേ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോകുന്ന വഴിയുണ്ട്. നമ്മൾ ഈ സൗദി എയർപോർട്ടിൽ പോകണമെങ്കിൽ നേരെ പോവുക. മറ്റേത് ഇവിടെ ഇറങ്ങാണ്ട്, ഈ പാലത്തിൽ നിന്ന് ഇറങ്ങാണ്ട് നേരെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോകണമെങ്കിലുള്ള വഴിയും. ഈ കാറുണ്ടെങ്കിൽ ഫിയറ്റിൻ്റെ കാറാണിത്. ചെറിയൊരു കാറല്ലേ ഫിയറ്റ്. എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ തിരികെ വണ്ടികളൊക്കെ പോകുന്നതാ. ഈ വണ്ടികളൊക്കെ പോകുന്നത് ആ റൂട്ടിലാണ്. തരിക് മദീന, മുനവ്വറ, പിന്നെ സൗദി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ആ വണ്ടികളൊക്കെ പോകുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോണ്. ഇത് നേരെ സൗദി എയർപോർട്ടിലേക്ക്, ഒന്നും പേക്കല്ല, ഡയറക്റ്റ്. ഇവിടെ വലിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ മിലിറ്ററി ഒന്നും കാണില്ല. പക്ഷെ എന്നാലും ഇവിടെ വണ്ടി സ്ലോ ആക്കി പോകണം ഇവിടെ നിന്ന്. വണ്ടികൾ സ്ലോവിൽ പോകണം ഇവിടെ.
നല്ല തിരക്കാട്ടോ, നല്ല തിരക്കാണ്. അതുകൊണ്ട് ആ ട്രാക്ക് ഒഴിവാക്കിയതുകൊണ്ട് ഈ ഭാഗത്ത് നല്ല തിരക്കാണ്. ഈ ഭാഗത്ത് ആ ട്രാക്ക് അതാ പിന്നെ മുറൂർ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ട്രാക്ക് നല്ല തിരക്കാണ്. ഇതാണ് സൗദി എയർപോർട്ട്. ജിദ്ദയിലെ സൗദി എയർപോർട്ടാണിത്. മാഷാ അല്ലാ. ആ റോഡ് ബ്ലോക്ക് ആക്കിയതുകൊണ്ട് ഈ റോഡ് നല്ല റഷാണ്. എല്ലാ വാഹനങ്ങളും ഇതിലാണ് പോകുന്നത്. അതുകൊണ്ട് നല്ല റഷാണ് ഇപ്പോൾ റോഡിന്. അപ്പോൾ മുത്തുമണികളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ എയർപോർട്ടിൽ നിന്ന് കയറ്റി പിന്നെ റൂമിൽ വന്നു. നാട്ടിൽ നല്ല അടിച്ചുപൊളി പത്തിരി ബീഫൊക്കെ ഉണ്ടായിരുന്നു. ബീഫ് കഴിച്ചു. ഉച്ചയ്ക്ക് നല്ല ബോട്ടുണ്ടായിരുന്നു. സാമ്പാർ ബോട്ടിയും പപ്പടം കൂട്ടി അടിച്ചു. അൽഹംദുലില്ലാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയി വരുന്ന വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ വീഡിയോ ആദ്യമായി കണ്ട് ചങ്ങാതി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയിലെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു കിടക്കാജി വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ, മാസ്സലാമ.